prayer. ഞാനാണ് prayer ആരാണ്? God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. So high, we can't get over it. So deep, we can't get under it. So big, we can't get around it. Oh, wonderful love. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. Oh, wonderful love. Prayer by Vindicha. Okay, thought of the day. Good afternoon, all. Thought of the day. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Thank you. Signing. Good afternoon, everyone. Today is December 3rd, 2025, International Day of Persons with Disabilities. This day aims to promote the rights and well-being of persons with disabilities. It reminds us to respect, support, and include everyone in our society. Thank you. Signing by Avani. Okay. Very good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. മാം ഞാൻ ലെഫ്റ്റ് ആവാണ്. PT മീറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. എന്തോ? ഞാൻ ലെഫ്റ്റ് ആവാണ് മാം. മറ്റേ PT മീറ്റിംഗ് ഉണ്ട് മോന്റെ സ്കൂളിലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ. Okay. ഓക്കെ. നമ്മൾ അബൌട്ട് സൈക്കോളജിയുടെ വേർഡ്സിന്റെ മീനിങ് പറഞ്ഞോ? മീനിങ് ഓഫ് സൈക്കോളജി എന്താണെന്ന് സയൻസ് ഓഫ് സോൺ പറഞ്ഞല്ലേ? പറഞ്ഞല്ലേ? Yes. Modern theories and practice of education have been influenced by psychology. Psychology, like several other branches of knowledge, have history of recent development. At present, it's a wing of knowledge which is fast developing. In fact, modern psychology has its development from the second half of the 19th century. Now, it has different wings and many researches and creations are still being in progress. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഇന്നലെ പഠിച്ചതാണ് സൈക്കോളജിയെ സംബന്ധിച്ചിടത്തോളം നിരവധി ബ്രാഞ്ചസ് ഉള്ള ഒരു വലിയൊരു സബ്ജക്റ്റ് ആണ് ഇത് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അത് റീസെന്റ് ആണ് നമ്മള് ഈ അടുത്ത കാലത്താണ് ഈ ഒരു സബ്ജക്റ്റിന് ഇത്രത്തോളം പ്രാധാന്യം വന്നു തുടങ്ങിയത്. ഓക്കെ, ഇപ്പൊ ഒരു വലിയൊരു വിങ്സ് ഓഫ് നോളജ് എന്ന നിലയിലാണ് ഇപ്പൊ പ്രസന്റ് സൈക്കോളജി എന്ന സബ്ജക്ട് നിൽക്കുന്നത്. മാത്രമല്ല, നമ്മുടെ മോഡേൺ സൈക്കോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ മോഡേൺ സൈക്കോളജിയുടെ ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 19th സെഞ്ചുറിയിലാണ്. സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറിയിലാണ് നമ്മുടെ മോഡേൺ സൈക്കോളജിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഹാസ് ഡിഫറെന്റ് വിങ്സ്. ഈ ഒരു സമയമായപ്പോഴേക്കും എന്താണ്, ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചസും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് റിസർച്ചസും ഒക്കെ ഇപ്പൊ പ്രോഗ്രസീവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും പല പുത്തൻ ട്രെൻഡ്സും ഒക്കെ ഈ ഒരു സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു സെഞ്ചുറി എപ്പോഴാണ് മോഡേൺ സൈക്കോളജി ഡെവലപ്പ് ചെയ്തതെന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. എന്താണ്, സെക്കൻഡ് ഹാഫ് ഓഫ് ദ 19th സെഞ്ചുറി അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇപ്പോഴും എന്താണ്, നിരവധി ഗവേഷണങ്ങളും റിസർച്ചുകളും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട, അതായത് നമുക്ക് മനുഷ്യ മനസ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട് നിരവധി റിസർച്ച് പർപ്പസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എത്ര തന്നെ പഠിച്ചാലും നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് എന്താ മനുഷ്യന്റെ മനസ്സുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇതില് റിസർച്ചുകൾ നിലനിൽക്കുന്നത്. ഓക്കെ, ഓരോ സൈക്കോളജിസ്റ്റുകളും അവരുടേതായ കണ്ടെത്തലുകളിൽ പലതരം
സൈക്കോളജിക്കൽ ആയിട്ടുള്ള വ്യൂസുകളും ഐഡിയാസും ഇപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോന്ന് കണ്ടെത്തുമ്പോഴും എന്താണ് അതിന്റെ പുറകെ കുറെ വേറെ വേറെ കാര്യങ്ങൾ വരുന്നു. അതിനനുസരിച്ചിട്ട് ആ റിസർച്ചുകളൊക്കെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് ഈ ഒരു സബ്ജക്ട് നമുക്കറിയാം വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. എന്നിരുന്നാൽ കൂടി എന്താണ് മറ്റ് വിഷയങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്സ് അല്ലെങ്കിൽ സബ്ജക്ട് എന്ന് പറയുന്നത് സൈക്കോളജി തന്നെയാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാത്രമല്ല അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ചൈൽഡ് സൈക്കോളജി നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. Okay. Psychology is usually defined as the study of human behavior. Some psychologists have gone a step forward. They say that psychology is the science of behavior and the cognitive process. Okay, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ചതാണ് അല്ലെ സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് എന്ത് സൈക്കോളജി എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് എന്താണ്? അത് ജസ്റ്റ് ബിഹേവിയറിനെ കുറിച്ച് മാത്രം പഠിക്കുന്നതല്ല. എന്തുകൊണ്ടാണ്? സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്നാണ് പറയുന്നത്? സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്? ബിഹേവിയറിനെ കുറിച്ച് മാത്രമല്ല വൈജ്ഞാനികമായിട്ടുള്ള പ്രോസസ് അതേ കൂടി കടന്നു പോകുന്നുണ്ട് അല്ലെ. നമ്മൾ പഠിച്ചില്ല, നമ്മൾ ആ പഠിച്ച സ്റ്റേജസുകളില് നമ്മൾ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് അല്ല അതിൽ പഠിച്ചത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പഠിച്ച സമയത്ത് തിയറീസ് പഠിച്ചു, ബ്രൂണറുടെയും പഠിച്ചു, പിയാഷയുടെയും പഠിച്ചു. അതിലൊക്കെ നമ്മുടെ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആയിട്ട് ഓരോ മനുഷ്യരിലും നടക്കുന്ന അല്ലെങ്കിൽ വൈജ്ഞാനികമായിട്ട് മനുഷ്യരിൽ നടക്കുന്ന പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ട് ഓരോ ഏജ് അനുസരിച്ചിട്ടാണ് നമ്മളത് പഠിച്ചത് അല്ലെ. 0 to 2 years, 2 to 7 എന്ന് പറഞ്ഞ 11 years വരെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് പഠിക്കണം. നമ്മൾ ഈ പഠിച്ചുപോയ തിയറീസ് എല്ലാം തന്നെ ഓരോ ചാപ്റ്റേഴ്സും അതിലേക്ക് കണക്ട് ചെയ്ത് പഠിക്കാനാണ്. അപ്പൊ എല്ലാ സൈക്കോളജിസ്റ്റുകളും അല്ല, കുറച്ചുപേരാണ് ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുന്നത്. ബിഹേവിയറിനെ കുറിച്ചുള്ള മാത്രമുള്ള പഠനമല്ല, വൈജ്ഞാനികമായിട്ടുള്ള പഠനത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണം കൂടിയാണ് സൈക്കോളജി എന്നത് അഭിപ്രായപ്പെടുന്നത്. Those who work in the field of education are concerned with education psychology, which is the application of psychological principles to education. അപ്പൊ എന്തിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി അഥവാ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് അത് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, എഡ്യൂക്കേഷൻ സൈക്കോളജിയിലുള്ള പ്രിൻസിപ്പിൾസ് വിദ്യാഭ്യാസത്തിലേക്ക് എഡ്യൂക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്നത്. ഓക്കെ, ആ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Education psychology, which is the application of psychological principles to education. Okay, അപ്പൊ ഈ എഡ്യൂക്കേഷൻ സൈക്കോളജി ഏത് സൈക്കോളജിയിലാണ് വരുന്നത്? അപ്ലൈഡ് ആണോ പ്യൂർ ആണോ? അപ്ലൈഡ് അല്ല മിസ്. അപ്ലൈഡ് സൈക്കോളജി. ഓക്കെ, then it can be called applied psychology. അല്ലെ, ഏത് ഫീൽഡിലാണ് ഇത്? It can be applied psychology. Then all the teachers learn education psychology as a part of their training course. എന്താണ്? എല്ലാ ടീച്ചേഴ്സും നിർബന്ധമായിട്ട് അവരുടെ ട്രെയിനിങ്ങിന്റെ കോഴ്സസിൽ പഠിക്കുന്നുണ്ട് എന്താ? എഡ്യൂക്കേഷൻ സൈക്കോളജി, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു ഫീൽഡാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ മനഃശാസ്ത്രപരമായിട്ട് എഡ്യൂക്കേഷൻ ഫീൽഡിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രിൻസിപ്പിൾസുകൾ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നൊക്കെ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ നമ്മൾ ആ സൈക്കോളജിക്കൽ ആയിട്ട് അവരെ നമ്മൾ ക്യാച്ച് ചെയ്യണമെന്നൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എല്ലാ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു റീസെന്റ് അനദർ വിങ് ഓഫ് സൈക്കോളജി, അടുത്ത കാലത്ത് ഉത്ഭവിക്കപ്പെട്ട മറ്റൊരു സൈക്കോളജിയാണ് എന്ത്? ഒരു വിങ് എന്ന് പറയുന്നത് ഏതാണ്? ഡെവലപ്മെന്റൽ സൈക്കോളജി. അതായത് എന്താണ് ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയാറുണ്ട്. അണ്ടർലൈൻ ചെയ്ത് പോണേ. Very recently, another wing of psychology has shown fast and dynamic progress, which is developmental psychology. എന്തായിരിക്കും ഇത് ഡീൽ ചെയ്യുന്നത്? വികസന മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള ഡീലിംഗ്സ് ആയിരിക്കുള്ളൂ? ഘട്ടം ഘട്ടമായിട്ടുള്ള ഡെവലപ്മെന്റ്. Yes, it deals with the changes in behavior and cognitive process over the lifespan.
നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുന്ന ബിഹേവിയറിനെ കുറിച്ചും കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു പഠനമാണ് ഇത് ഡെവലപ്മെന്റൽ സൈക്കോളജി. അതുകൊണ്ട് തന്നെയാണ് അതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ലൈഫ് സ്പാൻ സൈക്കോളജി. അതായത് ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാറുണ്ടോ, ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്ന മറ്റൊരു പേര് എന്താണ്? അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരും, അത് നോട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി? അണ്ടർലൈൻ ചെയ്യാം. It deals with the changes in behavior and cognitive process over the lifespan. Okay. Then, therefore, it is very much related to the child psychology and education psychology, which all teachers are wanted to know. Child psychology is concerned with the development and behavior of children. അടുത്തൊരു വിങ് ഓഫ് സൈക്കോളജി ആണെങ്കിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? ചൈൽഡ് സൈക്കോളജി. ചൈൽഡ് സൈക്കോളജി എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്? കുട്ടികളുടെ വികസനത്തിനെ കുറിച്ചും ഉള്ള ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ കുറിച്ചും വികസനത്തെ കുറിച്ചുള്ള പഠനമാണ് അല്ലെ? ചൈൽഡ് സൈക്കോളജി is concerned with the development and behavior of children. അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. യെസ്, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ശിശു മനഃശാസ്ത്രത്തിൽ പഠിക്കുന്നത്. കുട്ടികളുടെ വികസനത്തെ കുറിച്ചും പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള പഠനങ്ങളാണ് ചൈൽഡ് സൈക്കോളജിയിൽ നമ്മൾ അഥവാ ശിശു മനഃശാസ്ത്രത്തിൽ പഠിക്കുന്നത്. ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? ഡെവലപ്മെന്റൽ ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. ഓവർ ദ ലൈഫ് സ്പാനിലുള്ള അല്ലെ, അതായത് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജി അഥവാ ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ പഠിക്കുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജി പഠിക്കുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ സൈക്കോളജിയില് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ. യെസ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ശിശു മനഃശാസ്ത്രം. അത് കുട്ടികളുടെ വികസനത്തെ കുറിച്ച് പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള പഠനമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ HR ഷഫീർ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു വ്യൂ ഓഫ് പോയിന്റില് ചൈൽഡ് സൈക്കോളജിയിൽ വിവരിക്കുന്നത് വേറൊരു രീതിയിലാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നതാണ് കേട്ടോ. നോക്കാം. ദിസ് വിങ് ഓഫ് സൈക്കോളജി ഡിഫറൻഷിയേറ്റ് ചിൽഡ്രൻ ഫ്രം. അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് ചൈൽഡ് സൈക്കോളജിയുടെ കുറച്ച് ഭാഗങ്ങളാണ്. This wing of psychology differentiates children from adults and deals with their behavior and development from a practical, systematic point of view. അപ്പോ ഈ ശിശുമനഃശാസ്ത്രവും അഡൽട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഡൽട്സിന്റെ ബിഹേവിയറും ശിശുക്കളുടെ ബിഹേവിയറും രണ്ടും രണ്ടാണോ? കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റി അല്ലേ? അതെ. അഡൽട്സ് നിങ്ങൾ അവരുടെ ഇപ്പൊ ശിശുക്കളുടെ ബിഹേവിയർ നോക്കുക, അവർക്ക് ഒരു ഇമോഷൻസും ഒരിക്കലും കോൺസ്റ്റന്റ് അല്ല. അതെന്താണ്? കംപ്ലീറ്റ് ഇങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇമോഷൻസ്, വികാരങ്ങളാണ് അവർക്കുള്ളത്, ഫീലിങ്സ് ആണ്. പക്ഷെ അഡൽട്സിനെ സംബന്ധിച്ച് എന്താണ്? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അല്ലെ? നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ കുട്ടികളുടെ സൈക്കോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? അവർക്ക് ഒരു ഇമോഷൻസ് അവർക്ക് പെർമനന്റ് അല്ല. ഇമോഷൻസ് എപ്പോഴും എന്ത് ചെയ്യും? അവരെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ടെമ്പററി മാത്രമാണ് അവർക്ക്. അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പററി ഫീലിങ്സുകളാണ്. അവർക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ചിരിക്കാൻ പറ്റും. ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ നമ്മൾ ഒക്കെ ഒന്ന് ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്? കുഞ്ഞ് അപ്പൊ തന്നെ കരയും അല്ലെ? അതേപോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ മുന്നിലേക്ക് നമ്മൾ ഐസ്ക്രീം നിർത്താണെങ്കിലോ കുഞ്ഞ് അപ്പൊ തന്നെ ഹാപ്പി ആവും. കണ്ടോ? അപ്പൊ ഇമോഷൻസ് പെട്ടെന്ന് കുഞ്ഞിന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അഡൽട്സുകളെ നോക്കുകയാണെങ്കിൽ നമ്മള് കുറച്ചും കൂടി മുതിർന്ന ആൾക്കാരെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇമോഷൻസ് എന്താണ്? ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ചു പോകാനായിട്ട് പറ്റും. അപ്പൊ അത് വേറൊരു സയന്റിഫിക് ആയിട്ടുള്ള വേ ആണ്. പക്ഷെ ശിശുമനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നമ്മൾ നോക്കുന്നത് കുട്ടിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജ് മുതൽ അവരുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ HR ഷഫീർ പറയുന്നത് ഇത് ശിശു മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി എന്നാണ്. സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. ചെറിയൊരു പോയിന്റ് അവിടെ കൂട്ടിച്ചേർത്തിട്ടുള്ള അദ്ദേഹം സയന്റിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സയന്റിഫിക് ശാസ്ത്രീയമായ. അപ്പൊ നമ്മള് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത പോയിന്റ് ആണ് അല്ലെ അദ്ദേഹം. നമ്മൾ പഠിച്ചത് എന്താണ്? ജസ്റ്റ് ഡെവലപ്മെന്റിനെയും ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനം എന്നാണ്. പക്ഷെ കുറച്ചും കൂടി അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ അദ്ദേഹം പറയുന്നത് എന്താണ്? സയന്റിഫിക് സ്റ്റഡി ഓഫ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. കുട്ടികളുടെ ബിഹേവിയറിനെ കുറിച്ചും ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടുള്ള സയന്റിഫിക് ആയിട്ടുള്ള ഒരു പഠനമാണ്. അതിന്റെ ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? ചൈൽഡ് സൈക്കോളജി എന്നാണ് പറയുന്നത്. കുറെ തിയറീസ് അതിൽ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് എന്താണെന്ന് മാത്രം ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ചൈൽഡ് സൈക്കോളജി എന്താണെന്നുള്ളത്. ഓക്കെ,
ഇവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? യെസ് മാം. യെസ്. ഇനി ഇന്നലെ പഠിച്ച ബ്രാഞ്ചുകളൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. കുറച്ചുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരാള് പറയാമോ? പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി കേട്ടോ. പ്യുവർ സൈക്കോളജിയിൽ വരുന്ന ബ്രാഞ്ചസ് ഏതൊക്കെയാണ്? പ്യുവർ സൈക്കോളജിയിൽ കാറ്റഗറീസ് വരുന്ന 2 ബ്രാഞ്ചസ് പറഞ്ഞാൽ മതി. നോക്കാതെ പറയണേ. ക്യാമറ ഓഫ് ചെയ്ത് തരുന്ന പിന്നെ ഞാൻ കാണില്ലല്ലോ. സത്യസന്ധമായിട്ട് ആരെങ്കിലും ഒന്ന് പറയൂ, 2 എണ്ണം. ജനറൽ സൈക്കോളജി, പാരാസൈക്കോളജി. വെരി ഗുഡ്. യെസ്. അപ്ലൈഡ് സൈക്കോളജിയിൽ 2 ബ്രാഞ്ചസ് എന്ന് പറഞ്ഞേ. കൗൺസിലിംഗ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി. വെരി ഗുഡ്. എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി. ഓക്കെ പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ചോദിക്കട്ടെ, എന്താണ് പ്യുവർ സൈക്കോളജി? രമ്യ? പറയണോ? അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. അതായത് നമ്മള് മനഃശാസ്ത്രപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ എന്താ പറയാ എടുക്കുന്നതിന് അതിന്റെ 100% ആയിട്ടുള്ള രീതിയിൽ എടുക്കുന്നതിനെയാണ് പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത്. ആണോ? അല്ലല്ലോ, അങ്ങനെയാണോ ടീച്ചർ പഠിപ്പിച്ചത്? അല്ല, അത് തിയറീസും ഫോർമുലേറ്റ്സ്, പ്രിൻസിപ്പിൾസ്, തിയറീസ് ആൻഡ് ഇത് പ്യുവർ സൈക്കോളജി. അത് അപ്ലൈഡ് സൈക്കോളജിയിലെ. ഓക്കെ. ഇതൊക്കെ ചോദിച്ചാൽ പറയാൻ വില്ലിങ് ആയിരിക്കണം കേട്ടോ. മറന്നു പോയിട്ടാണ്, കുഴപ്പമില്ല അല്ലെ? പ്യുവർ സൈക്കോളജി ഹ്യൂമൻ ബിഹേവിയർ അല്ലെ? പ്യുവർ സൈക്കോളജി തിയറീസും ടെക്നിക്സ് ഒക്കെയാണ് നമ്മൾ. ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ്. ഇത് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? പ്യുവർ സൈക്കോളജി. അപ്ലൈഡ്. ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മളും സൈക്കോളജിയും തമ്മിലുള്ളത്, അതായത് നിങ്ങളും ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി. Education in simple terms is the modification of behavior of children in a controlled environment. Okay, അവിടെ നിൽക്കട്ടെ. എന്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? അവിടെ നോക്കാതെ ഒന്ന് പറഞ്ഞേ. വിദ്യാഭ്യാസം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മുടെ വൈജ്ഞാനികപരമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കുന്നതല്ല മിസ്. വലിയ വാക്കുകളൊക്കെ കൂട്ടി ചേർത്തൊക്കെ പറഞ്ഞ് അനുമോള്. ഓക്കെ. വിദ്യാഭ്യാസം നമ്മളെ ഈ ഒരു 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? 1ാം ക്ലാസ് മുതൽ 10 വരെ അല്ലെ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം. പാഠപുസ്തകങ്ങളിലെ അറിവുകൾ കൂടാതെ നമ്മള് പെരുമാറ്റങ്ങളും, അതായത് ബിഹേവിയർ, ഡിസിപ്ലിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമുക്ക് ഇപ്പൊ നമ്മുടെ 10ാം ക്ലാസ് വരെയാണ് നമ്മൾ ആലോചിച്ചു കേട്ടോ. 1 to 10. 1 to 10 വരെ നമ്മൾ, അതായത് നമ്മൾ 6 വയസ്സാണെന്ന് വിചാരിക്കാം. 6 വയസ്സിലല്ല 1ാം ക്ലാസ് ചേരുന്നത്. 6 to 15 വയസ്സ് വരെ നമ്മൾ 10ാം ക്ലാസ്സിൽ 15 വയസ്സാണ് അല്ലെ? ഇത്ര സംഭവത്തില് ഈ 1 മുതൽ 15, 6 വയസ്സ് മുതൽ 15 വയസ്സ് വരെ നമ്മളിൽ എന്തൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്? നമ്മൾ ഒരു കൂട്ടത്തിൽ ഇറങ്ങി ചെന്നാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പഠിക്കാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ കുറെ അറിവുകൾ നമുക്ക് കിട്ടും. 1ാം ക്ലാസ് മുതൽ 1ാം ക്ലാസ്സിൽ ചെറിയ ചെറിയ അറിവുകളിലൂടെ നമ്മൾ 10ാം ക്ലാസ് എത്തുമ്പോഴത്തേനും വലിയ കൂടുതൽ അറിവുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഉണ്ടായിരുന്ന 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സ്വഭാവമാണ് 2ാം ക്ലാസ്സില് അല്ല മിസ്, വ്യത്യാസം വരും. 6ാം ക്ലാസ്സിലെത്തിയപ്പോ മാറി, 5ാം ക്ലാസ്സിലെത്തിയപ്പോ കുറച്ചുകൂടി മാറി, ഹൈസ്കൂൾ 8th സ്റ്റാൻഡേർഡിലെത്തിയപ്പോ കുറച്ചും കൂടി മാറി അല്ലെ? 10th-ലെത്തിയപ്പോ എന്താണ്? കുറച്ചുകൂടി നമ്മൾ സ്റ്റേബിൾ ആയി അല്ലെ? അപ്പൊ നമുക്ക് അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്തു. നമ്മുടെ പെരുമാറ്റത്തിൽ എന്ത് സംഭവിച്ചു? വിദ്യാഭ്യാസം കൊണ്ട്
മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ, അതായത് ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ്. നമ്മള് കൺട്രോൾഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത് അല്ലെ. ഒരു ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇത്ര വർഷത്തേക്ക് നമ്മളവിടെ ഒരു നിയന്ത്രിത ചുറ്റുപാടിൽ നമ്മുടെ സ്വഭാവത്തെ നമ്മൾ മോഡിഫൈ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം. ശരിക്കും ആലോചിക്കുക സത്യമല്ലേ, നമ്മൾ 1 മുതൽ 1 ക്ലാസ്സിൽ 6 വയസ്സ് മുതൽ 15 വയസ്സ് വരെ നമ്മുടെ സ്വഭാവത്തിൽ എത്രത്തോളം വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു അല്ലെ. യെസ്. അപ്പോ പെരുമാറ്റത്തിൽ ഉണ്ടാവും നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ എന്താ എഡ്യൂക്കേഷനെ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ നിയന്ത്രിതമായിട്ടുള്ള ചുറ്റുപാടിൽ നമ്മുടെ സ്വഭാവത്തെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ് ആണ് എന്താ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ അങ്ങനെ അതിനെ മനസ്സിലാക്കണം കേട്ടോ. എന്തോ ഹലോ എന്തെങ്കിലും ചോദിച്ചാരെങ്കിലും? ഇല്ല. ഈ പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് എഡ്യൂക്കേഷൻ ഇൻ സിമ്പിൾ ടൈം ഇസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ഓഫ് ചിൽഡ്രൻ ഇൻ എ കൺട്രോൾഡ് എൻവയോൺമെന്റ്. എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണെന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ്? നമുക്ക് അതിന്റെ ഒരു പരിധി ഉണ്ടല്ലോ മിസ്സേ, അതായത് നമ്മുടെ സിലബസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് അതിന് അപ്പുറമുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലേ വരുന്നത്. യെസ്. അത് നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള കാര്യത്തിൽ അല്ലാതെ നമുക്കൊരു സ്പെസിഫിക് ടൈം ഉണ്ട് അല്ലെ. സ്കൂൾ ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മുടെ സ്കൂൾ ടൈം? 1 to 10 വരെയുള്ള ടൈം സ്കൂൾ സമയം. 10 to 4. 10 to 4 നോക്കി, അല്ലെങ്കിൽ 9:30 to 4 അല്ലെങ്കിൽ 9:30 to 3:30. ഈ സമയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമയമാണ്. കാരണം ഈ സമയം കൊണ്ട് നമ്മളുടെ ലൈഫിലും നമ്മളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതാണ് ഈ കൺട്രോൾഡ് എൻവയോൺമെന്റ് എന്നുള്ള സൂചിപ്പിക്കുന്നത്. നമ്മളൊരു സ്പെസിഫിക് പീരീഡിലാണ് ആ എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുന്നത് അല്ലെ. അതായത് അതേപോലെ ഇതേ ഇത്രയും മണിക്കൂറുകൾ നമ്മൾ 15 വയസ്സാകുന്നത് വരെ അല്ലെ, 10ാം ക്ലാസ് ആകുന്നത് വരെ നമ്മൾ ഈ നിയന്ത്രിത ചുറ്റുപാടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓരോ ദിവസം തോറും നമ്മൾ എന്താണ് ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻസുമായിട്ട് ബിഹേവ് ചെയ്തത്, സ്കൂൾ സെറ്റിൽ ബിഹേവ് ചെയ്തത്, ഇതെല്ലാം എന്താണ് നമ്മൾ നിയന്ത്രിതമാണ്. നമ്മുടെ വീട്ടിൽ കാണിക്കുന്ന ഒരു സ്വഭാവം പോലും അല്ല സ്കൂളിൽ കാണിക്കുന്നത് അല്ലെ. നമുക്കറിയാം അല്ലെ. യെസ്. സ്കൂൾ സെറ്റിംഗ്, സ്കൂൾ അന്തരീക്ഷത്തിൽ നമ്മൾ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിയന്ത്രിതമായ ചുറ്റുപാടിൽ നമ്മുടെ പെരുമാറ്റത്തിനെ നമ്മളവിടെ കൺട്രോൾ ചെയ്ത് വെക്കുക. വീട്ടിൽ കിടന്ന് അലർന്ന പോലെ ടീച്ചറിനോട് അലറാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ബിഹേവിയറിനെ. അപ്പൊ 15 വയസ്സാവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ച നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? 10ാം ക്ലാസ്സിലെ നിങ്ങൾ എങ്ങനെയായിരുന്നു 10ലെത്തിയപ്പോഴേക്കും? 10ലെത്തിയപ്പോൾ ഉള്ള സിറ്റുവേഷൻ കുറച്ചുകൂടി പഠനമൊക്കെ ഒന്ന് ഗൗരവമായിട്ട് എടുത്തു തുടങ്ങിയിട്ടുണ്ട് അല്ലെ. ഓക്കെ. അതായത് 9ൽ തന്നെ നമ്മൾ ആ സീരിയസ്നെസ്സിലേക്ക് വന്നു തുടങ്ങി. 9 തീരുന്നതിനനുസരിച്ച് ഏറ്റവും പാടുള്ള സമയം 9ാം ക്ലാസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. 9 കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. 10 അത്രയും ബുദ്ധിമുട്ടില്ല. പറഞ്ഞാണ് 10ന് അത്ര ബുദ്ധിമുട്ടാക്കി വെച്ചിരിക്കണം അല്ലെ. ഓക്കെ. അപ്പോ ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വന്നത് നിങ്ങൾ എന്താണ് കുറച്ചുകൂടി പഠനമൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ തോന്നി. പിന്നെ ബയോളജിക്കൽ ആയിട്ട് നിങ്ങൾക്ക് കുറെ മാറ്റങ്ങൾ വന്നു. കുറെ പേർക്ക് ആ ഒരു സമയമൊക്കെ എത്തിയിട്ടാണ് കുറെ പേർക്ക് പീരീഡ്സ് ആയത് അല്ലെ, മെൻസ്ട്രുവേഷൻ സൈക്കിളൊക്കെ നടന്നു. നിങ്ങൾക്ക് സ്വഭാവത്തിലൊക്കെ കുറെ ചേഞ്ച് വന്നു. ഇതെല്ലാം നടക്കുന്നത് നിങ്ങളുടെ ആ നിയന്ത്രിത ചുറ്റുപാടിലാണ്. നിങ്ങൾ അവിടെ എല്ലാം നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് അവിടെ പഠിക്കാനല്ലേ. നമുക്ക് 4 മണി വരെ സ്കൂളിൽ ഇരുന്നേ പറ്റൂ അല്ലെ. മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ ആ ക്ലാസ് അവിടെ ഇരിക്കുകയാണ്. ഓക്കെ. അപ്പോ ഇത് മനഃശാസ്ത്രപരമായിട്ട് ഇതിന്റെ വിശകലനം കൊടുക്കുന്നുണ്ട് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്. ഓക്കെ. അപ്പൊ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? സിമ്പിൾ ടേംസ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ എന്നാണ്. പ്രത്യേകിച്ച് ഒരു നിയന്ത്രിതമായ ചുറ്റുപാടിൽ നമ്മുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത് എഡ്യൂക്കേഷൻ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അടുത്ത പോയിന്റിൽ വരുന്നത്. നോക്കിയേ. ടു ഷേപ്പ് ദ ബിഹേവിയർ ഓഫ് ദ സബ്ജക്ട് ആൻഡ് ബ്രിങ് പോസിറ്റീവ് ചേഞ്ചസ് ഇറ്റ് ഈസ് നെസസറി ടു സ്റ്റഡി ദ സയൻസ് ഓഫ് ബിഹേവിയർ. എന്താ പറയുന്നത്? പറഞ്ഞേ. ബിഹേവിയറിന് മാറ്റിയെടുക്കുക. മുന്നത്തെ ബിഹേവിയറിന് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ബിഹേവിയറിൽ വരുന്നു. അതേപോലെ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് നമ്മുടെ വരുന്നു ലൈഫിൽ. ഇപ്പൊ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ? നമ്മളുടെ ആ ഒരു സ്കൂൾ സെറ്റിംഗ്സിൽ നമ്മുടെ സ്വഭാവത്തെ ഷേപ്പ് ചെയ്തെടുക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഷേപ്പ് ചെയ്യുക അല്ലെ. അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മള് ശരിക്കും പറഞ്ഞാല് സ്കൂളിലെ ഏറ്റവും പോസിറ്റീവ് വശങ്ങളാണ് കൂടുതൽ കാണിക്കാറ് അല്ലെ. സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് നെഗറ്റീവ്സ് അധികം കാണിക്കാറുണ്ടോ? നെഗറ്റീവ്സ് കാണിക്കുന്ന കുട്ടി ഏറ്റവും മോശക്കാരനായിട്ടാണ് നമ്മൾ കാണാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ ബാഡ് ആയിട്ട് പറയുന്നതൊക്കെ. അപ്പൊ ഏറ്റവും പോസിറ്റീവ് ചേഞ്ചസ് നമുക്ക് സ്കൂളിലാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ വീട്ടിലോ ബാക്കി എവിടെയല്ല പോസിറ്റീവ് ചേഞ്ചസോ
പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ബിഹേവിയറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സ്കൂൾ സെറ്റിംഗ്സ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളുടെ ഓരോ ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങള്, നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള സമയങ്ങൾ, അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ്, ആനുവൽ ഡേ, അല്ലെങ്കിൽ മറ്റു എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കൊരു പോസിറ്റീവ് ചേഞ്ചസ് ആണ് ഉണ്ടായിരുന്നത്. നമ്മളവിടെ ബാഡ് ആയിട്ടൊരു ചിന്താഗതികൾ സ്കൂളിൽ കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? നമുക്കത് നമ്മൾ നിയന്ത്രിതമായ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോ നമുക്ക് എന്താണ്, നമ്മുടെ ബിഹേവിയറിനെ അവിടെ കൺട്രോൾ ചെയ്തേ മതിയാവും. അപ്പൊ ബാക്കി നമ്മുടെ വീടെന്ന് പറയുന്നത് എന്താണ്, ഫീൽ ഫ്രീ ആണ് അല്ലെ. നമ്മുടെ ഹോം സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഫീൽ ഫ്രീ ആണ്. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ കാണിക്കും. ഇവിടെ കാണിക്കാൻ പറ്റാത്തതൊക്കെയാണ് നമ്മൾ അവിടെ കാണിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഒരു വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു മോഡിഫിക്കേഷൻ മാത്രമല്ല, ഒരാളുടെ ബിഹേവിയറിനെ നമ്മൾ ഷേപ്പ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ് അതിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, it is necessary to study of the behavior. All teachers have to understand the children with whom they interact. It is necessary that should know how they think, how they react to the environment, and strength and weakness of their personality, etc. ഇനി ഇവിടെ പറയുന്നത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഓരോ കുട്ടികളും നമ്മൾ പേഴ്സണൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഓരോ കുട്ടികളും ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ കുറച്ചു പേരെ എനിക്ക് പേഴ്സണലി എന്നല്ല, നിങ്ങളുടെ ബിഹേവിയർ കണ്ടിട്ട് മനസ്സിലാക്കിയ കുറെ പേരുണ്ട്. ബിഹേവിയറിലൂടെ മനസ്സിലാക്കിയ ആൾക്കാരെ ഓരോരുത്തരെ. ക്യാമറ ഓൺ ചെയ്യാത്തവരെ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ക്യാമറ ഓൺ ചെയ്യാത്തവരോട് ഞാനൊന്നും പറയുന്നില്ല. അല്ലാത്ത കുട്ടികളെ നമുക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കോ, ഇതിപ്പോ ഇത്രത്തോളം ക്ലാസ്സുകൾ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയൊക്കെയാണ് നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും ചോദിച്ചത് എങ്ങനെ ഇന്ററാക്ട് ചെയ്യും, എങ്ങനെ റെസ്പോൺസ് ചെയ്യും. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, കുറച്ച് ആലോചിച്ചിട്ട് കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് പറയുന്ന ആർക്കൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം. ഓക്കെ, യെസ്, ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നവരുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അപ്പൊ തന്നെ അതിനൊരു ആൻസർ പറയുന്ന ആൾക്കാർ. ഇതൊക്കെ നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ ക്ലാസ്സിൽ ഓരോ കുട്ടികൾ എന്തെങ്കിലും ഓരോ കുട്ടികളെ നമ്മൾ പേഴ്സണലി മീൻസ് അവരുടെ ബിഹേവിയർ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് വേണം കുട്ടികളെ നമ്മൾ പഠിക്കാനായിട്ട്. അതായത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തില് കുഞ്ഞ് എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചിട്ടില്ല. ഇൻഡിവിജ്വലി ഡിഫറെന്റ് ഉള്ള കുട്ടികളുണ്ട്. എല്ലാവർക്കും എന്തുണ്ട്, വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. ഓരോ കുട്ടികൾക്കും എന്തുണ്ട്, കഴിവ് കൂടുതലുള്ള കുട്ടികളുണ്ട്, കുറവുള്ള കുട്ടികളുണ്ട്. അത് നമ്മൾ അധ്യാപകർ എന്ന നിലയിൽ എന്താണ് മനസ്സിലാക്കിയിരിക്കും. എന്നിട്ട് വേണം പറയാനായിട്ട്. അതല്ലാതെ നീ അവനെ കണ്ടു പഠിക്കുക, ഇവനെ കണ്ടു പഠിക്കുന്നത് പറയേണ്ട കാര്യമില്ല. ഒരിക്കലും ഫേവറിറ്റീസോ ഡിസ്ക്രിമിനേഷനോ നിങ്ങൾ ആരും കാണിക്കാൻ പാടില്ല. യെസ്, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുട്ടിയെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് കുറെയൊക്കെ എനിക്കറിയാം. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ മാത്രം നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ മിണ്ടാതെ അവിടെ നിന്ന് കേൾക്കും, യെസ്സോ അല്ലെങ്കിൽ തമ്പോ ഇട്ട് പോകും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇന്ററാക്ട് ചെയ്യുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുട്ടികൾ ഏതൊക്കെ സമയത്തിൽ എപ്പോ എങ്ങനെ ഇന്ററാക്ട് ചെയ്യും എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. ഓക്കെ, മാത്രമല്ല കുട്ടി എന്ത് ചിന്തിക്കുന്നു അല്ലെ, കുട്ടി എന്താണ് ചിന്തിക്കുന്നത് എന്ന് ടീച്ചറിന് അറിയാൻ പറ്റണം. ഓക്കെ, കുട്ടി എന്ത് ചിന്തിക്കുന്നു നമുക്ക് ക്ലാസ്സിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുമല്ലോ. അതിന് നിസ്സാരമായിട്ടുള്ള പരിപാടിയൊന്നും പറ്റില്ല, നല്ല രീതിയിൽ കഷ്ടപ്പെടേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, മനസ്സിനെ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അവരിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നമുക്ക് സാധിക്കണം. അവരെന്ത് ചിന്തിക്കുന്നു, എങ്ങനെ ഒരു ചുറ്റുപാടിനോട് അവർ റിയാക്ട് ചെയ്യുന്നു, അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, കുട്ടി എവിടെയാണ് വീക്ക് ആയിരിക്കുന്നത്. വീക്ക് പോയിന്റ്സുകൾ ഉണ്ടാവില്ലേ കുട്ടികൾക്ക്. വീക്ക് പോയിന്റ്സ് നമ്മൾ ചിലപ്പോൾ സബ്ജക്റ്റിലായിരിക്കാം, ആക്ടിവിറ്റിയിലായിരിക്കാം, പേഴ്സണാലിറ്റിയിലായിരിക്കാം. ഇതിലൊക്കെ ചിലപ്പോ പോരായ്മകളുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ നോട്ടീസ് ചെയ്ത് കണ്ടുപിടിക്കണം. ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു ദിവസം പോകുമ്പോൾ എല്ലാ കുട്ടികൾക്കും എന്തൊക്കെ കുറവുണ്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. നമ്മള് ഓരോ ദിവസം എക്സ്പീരിയൻസ് ചെയ്ത് അവരുമായിട്ട് കൂടുതൽ ഇന്ററാക്ട് ചെയ്ത് മാത്രമേ കുട്ടികളെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ 50 പേരുണ്ടെങ്കിൽ 50 പേരെ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ക്ലാസ്സിൽ 50 കുട്ടികൾ ഉണ്ടെങ്കിൽ 50 കുട്ടികളെ അറിയാൻ പറ്റുന്നതാണ് നല്ലൊരു അധ്യാപിക കേട്ടോ. 50 പേരോട് മിങ്കിൾ ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. 50 പേരോട് ഇന്ററാക്ട് ചെയ്യണം. 50 പേര് ഏത് സമയത്ത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, എങ്ങനെ തിങ്ക് ചെയ്യുമെന്ന് ആസ് എ ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ എപ്പോ മനസ്സിലാക്കുന്നു, അതാണ് ശരിക്കുള്ള അധ്യാപനം. നമുക്ക് എന്ത് കണ്ടന്റ് എന്ത് സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ കുട്ടികളുടെ മനസ്സ് പഠിക്കാന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല കേട്ടോ. ഓക്കെ, അപ്പൊ അത് ആദ്യം പിടിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അത് ആദ്യം പിടിക്കാം. പോകുന്ന സമയത്ത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറായിട്ട് അറിഞ്ഞു പോരാൻ നമുക്ക് പറ്റണം. ഓക്കെ, അത് ഒരിക്കലും നമ്മൾ ആർട്ടിഫിഷ്യൽ സ്നേഹമല്ല വേണ്ടത്. അത് കുട്ടികള് അവരിൽ നിന്ന് നാച്ചുറൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് നാച്ചുറൽ ആയിട്ട് വരും. നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ച് നാച്ചുറൽ ആയിട്ട് വരും. നമ്മളിപ്പോ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ചില അധ്യാപികമാര് പിരിഞ്ഞു വന്ന സമയത്ത് കുട്ടികള്
ഭയങ്കരമായിട്ട് കരയുന്നത് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് കുട്ടികൾക്ക്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ കുട്ടികൾക്ക് ആ ടീച്ചർ എങ്ങനെയായിരിക്കും. അതുകൊണ്ടല്ല കുട്ടികൾക്ക് ആ ടീച്ചറിനോട് ആ ഒരു ഇന്റിമസി തോന്നുന്നു. അങ്ങനെ ഒരു അധ്യാപികയായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് പറ്റണം കേട്ടോ. അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ അധ്യാപനത്തിന് രസം ഉണ്ടാവില്ല. നമുക്ക് കുറെ പാഠഭാഗങ്ങളൊക്കെ പഠിച്ചു പോകാനായിട്ട് സിമ്പിൾ ആയിട്ട് പറ്റും. അത് ആരെ വേണമെങ്കിലും ഏത് പെട്ടെന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ കുട്ടികളുടെ മനസ്സെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അങ്ങനത്തെ ടീച്ചറാക്കി മാറ്റാനാണ് നിങ്ങൾ MT-15 മാറേണ്ടത് കേട്ടോ. പിന്നെ വീക്ക്നെസ് കാണില്ല കുട്ടികളിൽ. എന്തെങ്കിലും സ്ട്രെങ്ത് കണ്ടാൽ സപ്പോർട്ട് ചെയ്യുക, വീക്ക്നെസ് കണ്ടാലും സപ്പോർട്ട് ചെയ്യണം. എൻകറേജ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ എത്ര തന്നെ പേഷ്യൻസ് എടുത്തിട്ടാണ്, നമുക്ക് ചിലപ്പോൾ ക്ഷമ ഉണ്ടാവില്ല പല കാര്യങ്ങളും. പല കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടൊക്കെ ക്ഷമ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ പലതും മാറ്റേണ്ടതുണ്ട്. കാരണം നമ്മുടെ പ്രൊഫഷൻ എന്താണ്, അധ്യാപികയാണ് അല്ലെ. അപ്പൊ നല്ല കഷ്ടപ്പാടുള്ള ഒരു ജോലി തന്നെയാണ്, നിസ്സാര കാര്യമല്ല. നല്ല കഷ്ടപ്പാടുണ്ട്. ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു പ്രശ്നമില്ല. കഷ്ടപ്പെട്ട് ചെയ്തത് പ്രശ്നമില്ല. ഓക്കെ, യെസ്. നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത് ചെറിയ ക്ലാസ് ആണെങ്കിലും വലിയ ക്ലാസ് ആണെങ്കിലും എന്താണ്, പേഴ്സണാലിറ്റി, ഓരോ കുട്ടികളുടെ പേഴ്സണാലിറ്റിയില് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇപ്പൊ വിഷ്ണു എന്ന കുട്ടി, വിഷ്ണു ഇങ്ങനെയാണ്. നമ്മള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവരെ മനസ്സിലാവുന്ന എപ്പോഴാന്ന് പറയും, ഇവരുടെ പാരന്റ്സ് നമ്മുടെ പാരന്റ്സ് മീറ്റിങ്ങിന് വരില്ലേ, നമ്മൾ ഓരോ കുട്ടികളെ പറ്റി പറയും. വിഷ്ണു അങ്ങനെയാണ് വീട്ടിൽ ഇവർ ശ്രദ്ധിക്കണം, ആ കാര്യം ചെയ്തപ്പോ ഇങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ ചെയ്തു. അപ്പൊ നമ്മൾ ആ കുട്ടിയെ നോട്ടീസ് ചെയ്തു എന്നാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. ഓക്കെ, ചില ടീച്ചർമാരും ഈ കാര്യം പറയൂല. കാരണം എന്താണ്, അവരധികം നോട്ടീസ് ചെയ്യുന്നില്ല. അപ്പൊ എങ്ങനെയാണ്, പഠിക്കുന്നുണ്ടോ, പഠിക്കുന്നത് അത്ര അറിയുള്ളൂ. എന്താണ് ജയശ്രീ? അത് സ്കൂളിൽ ഡാൻസ് പഠിപ്പിച്ചിരുന്നപ്പോ ഭയങ്കര കാര്യമായിരുന്നു പിള്ളേർക്ക് എന്നോട്. ഡാൻസിന്റെ ടൈം ആവുമ്പോ എല്ലാരും ഓടി വരും. എന്നിട്ട് ഭയങ്കര സ്നേഹം, അവരുടെ ഓരോ വിശേഷങ്ങൾ കേൾക്കണം. അപ്പൊ ഇതേപോലെ തന്നെ അവരെ വിട്ടു വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. 1-2 ആഴ്ച എന്ന് പറഞ്ഞ പോലെ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അവരുടെ വിശേഷങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ മിസ്. അന്ന് എനിക്ക് ഭ്രാന്താ പോയിരുന്നു. എന്നാ ഒരാൾ പറയും എന്റെ വീട്ടില് ലോറി ഉണ്ട്, എന്റെ വീട്ടിൽ ആനയുണ്ട്, ഇങ്ങനെ ഓരോന്നൊക്കെ കുട്ടികൾ പറയുമായിരുന്നു. അപ്പൊ ഇതേപോലെ തന്നെ രസം, ആ ടൈമിനുള്ളിൽ അവിടെ ഡാൻസ് പഠിപ്പിക്കാൻ വേണം. ഒരു ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞതാണ് മിസ്. ഡാൻസ് ആണ് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ എന്നാലും ആ ടൈമിൽ ഭയങ്കര സ്നേഹമായിരുന്നു പിള്ളേർക്ക്. ഈ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ കുട്ടികള് ഓടി വരും, ക്ലാസ് ഒന്നും നോക്കൂല. അവര് ഇപ്പൊ ഡാൻസ് മിസ് വന്നു എന്ന് പറഞ്ഞാൽ ഓടി വരും. അങ്ങനെയൊക്കെ കൊച്ചു കുട്ടികളാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമില്ല. ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറായി മാറാന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം അല്ലെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനൊന്നും ചെയ്യണമെന്നില്ല. നല്ല രീതിയിൽ കുട്ടികളെ സ്നേഹിച്ചാൽ മതി. സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് അവരെ മനസ്സിലാക്കണില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടികൾ നമ്മുടെ കൂടെ നിൽക്കും. എന്താണെങ്കിലും ചെയ്യാൻ പറ്റും. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണേ കേട്ടോ. ഓക്കെ, എന്ത് വേണമെങ്കിലും ചെയ്യാന്നല്ല. അവരുടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു വേർപിരിയിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ 10th പഠിപ്പിച്ച കാര്യം? ഇല്ല, പറഞ്ഞിട്ടുണ്ടല്ലേ അനു? പഠിപ്പിച്ച കാര്യം പറഞ്ഞിട്ടുണ്ട് മിസ്സേ. ബോയ്സിന്റെയും ഗേൾസിന്റെയും. അതെ അതെ, അവിടെ പഠിച്ചതിൽ ഏറ്റവും നല്ലത് ആൺകുട്ടികളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം പെൺകുട്ടികൾക്ക് എന്തോ ഒരു ഈഗോ ഉള്ള കുട്ടികളാണ്, എന്താണെന്ന് അറിയില്ല. പക്ഷെ ആൺകുട്ടികള് എനിക്ക് സ്നേഹമുള്ള കുട്ടികളാണ്. ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാൽ ഒരു ഓടി വരും, സംസാരിക്കും. ആ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പക്ഷെ നമ്മൾ എത്ര കുട്ടികളെ എത്രത്തോളം അറ്റാച്ച് ചെയ്യുന്നതിനനുസരിച്ച് പക്ഷെ നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ അവരെ പിരിയേണ്ടി വരും. അത് തന്നെയാണ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അങ്ങനെ 2-3 വർഷം എനിക്കത് അനുഭവിക്കുന്നുണ്ട്. 10th എനിക്ക് ക്ലാസ് ചാർജ് ഉണ്ടായിരുന്നു. അപ്പോ സെൻഡ് ഓഫ് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി, എനിക്കറിയാൻ പാടില്ല, സൈക്കോളജി പഠിപ്പിക്കുന്നോണ്ടാണെന്ന് അറിയില്ല, നമ്മള് മാനസികമായിട്ട് കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ഒരു മൈൻഡാണ്. ആരോടാണെങ്കിലും പെട്ടെന്ന് അങ്ങനെ എടുത്തു പോകും. കുട്ടികളോടും അങ്ങനെ എടുത്തു. പക്ഷെ കുട്ടികൾ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ആയപ്പോ അവർ കരഞ്ഞു കൊണ്ടൊരവസ്ഥ. കാരണം അത്രയും സങ്കടമായിരുന്നു. എന്നെ ടീച്ചറായിട്ട് കണ്ടിട്ടുള്ള കുട്ടികാരത്തിനെ പോലെ തന്നെയായിരുന്നു. ചെറുതാണല്ലോ, അവരേലും ചെറുതാണ് ഞാൻ, അവരേലും പൊക്കവുമില്ല. പക്ഷെ ആൺകുട്ടികള്, എനിക്ക് നല്ലൊരു ആൺകുട്ടികളെ കാണാൻ പറ്റിയത് സ്കൂളിലാണ്. അത്രയും സ്നേഹമുള്ള ആൺപിള്ളേർ, അതിന് അച്ഛനമ്മമാരെ പറയണം. അതേപോലെയാണ് വളർത്തിയിരിക്കുന്നത്. അതായത് അനാവശ്യ വാക്കുകളോ ഒന്നുമില്ല. അവരെക്കുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ പെൺപിള്ളേര് എന്റെ പൊന്നേ, എന്തെങ്കിലും ചോദിച്ചാ അതിന് നിങ്ങളുടെ ചുറ്റി ചോദിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ തർക്കുത്തരം പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഗേൾസ് ആണ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറെയൊക്കെ നോക്കും, കുറച്ച് കഴിഞ്ഞാൽ അവർ വിടും. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളോടും കൂടി പറയാനുണ്ടോ, നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന കുട്ടികളെ
പിന്നെ മൈൻഡ് ചെയ്യരുത്, ഭയങ്കര ആവശ്യമില്ല. കാരണം നമ്മൾ മാക്സിമം ശ്രമിക്കും, ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം മാറ്റാൻ നോക്കും. മാറിയില്ലെങ്കിൽ പിന്നെ എന്താണ്, അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കാൻ മതി. അതാണ്. അത് വലിയ കുട്ടികളുടെ അഡോളസൻസിന്റെ കാര്യം എന്താ പറഞ്ഞ 15 വയസ്സ്. അതാണ് എനിക്ക് ആ ഒരു ഏജിലെ കുട്ടികളെ കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. 13, 14, ഇപ്പൊ 8, 9, 10 ടീച്ചർ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഞാൻ ടീച്ചറായിട്ട് പോയത്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിന്റെ കൂടെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റി. അത് വലിയ കാര്യമല്ലേ. പിന്നെ എന്താ പറഞ്ഞ, അറ്റ് ദ സെയിം ടൈം എ ടീച്ചർ ഹാസ് ടു നോ ദ 2 ഇൻഡിവിജ്വൽസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അറ്റ് ദ സെയിം ടൈം എ ടീച്ചർ ഹാസ് ടു നോ that 2 individuals are not similar and they have several different aspects. Every individual is unique in nature. Okay. ടീച്ചേഴ്സിന് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ എല്ലാവർക്കും എന്തുണ്ട്, പല സ്വഭാവങ്ങളാണ്, വ്യക്തികളാണ് അല്ലെ, ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റികളാണ്. അപ്പൊ പ്രത്യേകിച്ച് 2 ഇൻഡിവിജ്വൽസ് ഉണ്ടാവുമ്പോൾ 2 ഇൻഡിവിജ്വൽസിലെ സ്വഭാവം ഒന്നാണെന്ന് നമ്മൾ വിചാരിക്കരുത് കേട്ടോ. നമ്മുടെ മിസ്റ്റേക്ക് ആണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് മനുവിന് അത് ചെയ്തുകൂടാ, അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. വിഷ്ണുവിന് മാത്രമേ ഒരു ചിലപ്പോൾ ടാലന്റ് ഉണ്ടാവുള്ളൂ, പക്ഷെ മറ്റേ കുട്ടിക്ക് എന്താണ് അതിന് വീക്കായിരിക്കും. അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒരിക്കലും അതൊക്കെ ഒന്ന് പോപ്പുലറൈസ് ചെയ്ത് കുട്ടികളുടെ മുമ്പിൽ അത് കളിയാക്കേ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരിക്കലും ബിഹേവിയർ കാണിക്കരുത് കേട്ടോ. ഏറ്റവും മോശമാണ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ കമ്പാരിസണും ഡിസ്ക്രിമിനേഷനും ഒക്കെ. പിന്നെ ഫേവറിറ്റിസം കാണിക്കത്തില്ല ടീച്ചർമാര്, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ടെങ്കിലും എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നു. ആ കുട്ടികൾക്ക് അത് തോന്നണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്യണം. ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആയിട്ട് പെരുമാറരുത്. റിയലിസ്റ്റിക് ആയിട്ട് അത് വരും. നിങ്ങൾ പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ഒരു ദിവസം തിരിച്ചറിയും. ലൈഫിലെ ഒരു മൊമെന്റിൽ നമ്മൾ മനസ്സിലാവും ഞാൻ നല്ലൊരു ടീച്ചർ ആണെന്ന്. ഒരു മൊമെന്റ് നിങ്ങൾ തിരിച്ചറിയും. അങ്ങനെ ഒരു മൊമെന്റ് നിങ്ങൾക്ക് ലൈഫിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ. അതെല്ലാ ടീച്ചേഴ്സിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്. അതായത് എപ്പോഴാണെന്നൊന്നും പറയില്ല, പക്ഷെ സമയം എടുക്കും. പെട്ടെന്നൊന്നും നടക്കില്ല, സമയം എടുക്കും. എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളെ തന്നെ മനസ്സിലാക്കും. ഇങ്ങനെയാണ് ഞാൻ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്റെ അധ്യാപകനെന്ന് നിങ്ങൾ തന്നെ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്ന ഒരു സമയം വരും. അപ്പൊ എന്നൊന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ഓർക്കാം കേട്ടോ. ഓക്കെ. യെസ്. ഇനി ഇവിടെ യുണിക് എന്ന് പറയുന്നത് എന്താണ്? എവറി ഇൻഡിവിജ്വൽ ഈസ് യുണിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. ഓരോരുത്തരും വ്യത്യസ്ത സ്വഭാവക്കാരായി. യുണിക്കിന്റെ മീനിങ് എന്താണ്? യുണിക് നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ പടക്കം പൊട്ടിക്കാണല്ലോ. ഹസ്ന എന്ന് പറഞ്ഞ, ഹസ്ന യുണിക് എന്ന് പറഞ്ഞ എന്താ? ഹസ്ന ഉറങ്ങണോ? ചിന്തയിൽ മുഴുകിയിരിക്കുന്നു. ഓരോ വ്യക്തിക്കും ഓരോ സ്വഭാവമായിരിക്കും. യൂണിക് യൂണിക് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ്. അപ്പൊ അതിന് അണ്ടർലൈൻ ചെയ്യണേ. അണ്ടർലൈൻ ചെയ്യട്ടെ. എവറി ഇൻഡിവിജ്വൽസ് ഈസ് യൂണിക് ഇൻ നേച്ചർ. ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളുടെ ക്ലാസ്സിൽ മൊത്തം എത്ര സ്ട്രെങ്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? മൊത്തം ടോട്ടൽ സ്ട്രെങ്ത് ഇപ്പോഴത്തെ ക്ലാസ് നോക്കില്ല, ടോട്ടൽ MT15 എത്ര പേരുണ്ട്? 103 പേരുണ്ടാവും. 103 മിസ്. 103. 103. നമ്മുടെ ക്ലാസ്സിലെ സ്ട്രെങ്ത് നോക്കി. പക്ഷേ ക്ലാസ്സിനുള്ളിൽ 30. ഓക്കെ. അതൊന്നല്ല ഞാൻ പറഞ്ഞത്. അത് നോക്കണ്ട, റെക്കോർഡർ കാണുന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, കുഴപ്പമില്ല. നിങ്ങൾ ഈ 103 പേരും 103 നേച്ചർ ഉള്ളവരല്ലേ? പക്ഷെ നല്ല ബ്രില്യന്റ് നേച്ചർ ആട്ടാ. നിസ്സാര നേച്ചർ ഒന്നുമല്ല, നല്ല നേച്ചറുള്ള കുട്ടികൾ തന്നെയാണ്. അത് എന്നെ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ. ബിൻസി മനസ്സിലായില്ല മിസ്. ബിൻസി മനസ്സിലായില്ല. ഹസ്ന എന്താ പറഞ്ഞേ? മാം ബിൻസി വന്നിട്ടുണ്ടോ? മനസ്സിലായില്ല. ബിൻസി വന്നിട്ടുണ്ടോന്ന്? ബിൻസി ഓക്കെ ഓക്കെ. അപ്പൊ സ്ട്രെങ്ത് നോക്കണ്ട. അപ്പൊ 103 പേരിൽ എന്തുണ്ട്? നിങ്ങളിലും നിങ്ങളിലും യുണിക്നെസ് ഉള്ളവരാണ് നിങ്ങളെല്ലാവരും അല്ലെ? അതേപോലെ തന്നെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ്സിലെ കുട്ടികൾ എങ്ങനെയാണ്? യുണിക് ആയിട്ടുള്ള നേച്ചറിലുള്ള കുട്ടികളായിരിക്കുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് പഠിപ്പിക്കാനായത്. ഓക്കെ.
At the same time, when the individuals come together, the nature of their behavior changes. ഇവിടെ നോക്കൂ, നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഉള്ള നമ്മുടെ വേറെ ബിഹേവിയർ ആണ് അല്ലെ. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും എന്താണ്, ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണ്. പക്ഷെ മറ്റൊരാളുടെ ബിഹേവിയറും കൂടി നമ്മുടെ കൂടെ ചേർന്നാലോ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി കൂടി നമ്മുടെ കൂടെ വന്നാലോ ഡബിൾ ആവും അല്ലെ, ബിഹേവിയറിൽ ചേഞ്ചസ് വരും. ഓക്കെ, അതായത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അതായത് ചിലപ്പോ നമ്മൾ അവരിൽ ഏതെങ്കിലും നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യും അല്ലെ. നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല ക്വാളിറ്റീസ് മാത്രം, ചിലപ്പോൾ മാനറിസം ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്ന രീതികളായിരിക്കും, ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും, എന്തെങ്കിലുമൊക്കെ നമ്മൾ കടമെടുക്കാറുണ്ട്. ഓക്കെ, രണ്ട് വ്യക്തികൾ കൂടുന്ന സമയത്ത്. അതേപോലെ തന്നെ എന്താണ്, രണ്ട് വ്യക്തികൾ കൂടുന്ന സമയത്ത് എന്തും സംഭവിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ കാര്യം എടുത്ത്, ഒരു കുഞ്ഞ് ഒറ്റയ്ക്ക് ബെഞ്ചിലിരിക്കുകയാണ്, അവന്റെ കൂടെ ഒരു കുട്ടി കൂടി വന്നിരുന്നു. അവർ രണ്ടുപേരും ബിഹേവിയറിൽ ഒക്കെ വ്യത്യാസം വരുമോ, നേച്ചറിൽ വ്യത്യാസം വരുമോ? രണ്ടുപേര് രണ്ട് നേച്ചർ ആയിരിക്കുമല്ലോ, രണ്ട് ബിഹേവിയർ ആയിരിക്കുമല്ലോ. രണ്ട് നേച്ചറും കൂടി അവിടെ കൂടിച്ചേറാണ് അല്ലെ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഇപ്പൊ അവന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സ് ഒക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മള് വീമ്പ് പറയാന്നൊക്കെ പറയില്ലേ, അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോ നല്ല പോസിറ്റീവായിട്ട് സംസാരിക്കും, ചിലപ്പോ എന്താണ് കുട്ടികൾ തല്ലും പിടിക്കും അല്ലെ, പറഞ്ഞ് തല്ലി പിടിക്കും. അപ്പൊ ബിഹേവിയറിൽ പലതരത്തിൽ, ചിലപ്പോ എന്താണ് ഒരാള് പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോ അവിടെ കരയും അല്ലെ, കരച്ചിൽ വരാൻ പല ഇമോഷൻസ്. ചിലവര് പ്രതികരിക്കും, ചിലവര് കരയൂല, തിരിച്ചതിനെതിരെ പ്രതികരിക്കും, ചിലപ്പോൾ ഉപദ്രവിക്കും. പല രീതിയിൽ കുട്ടികൾ പല രീതിയിൽ വേണമെങ്കിൽ, അതായത് രണ്ട് ഇൻഡിവിജ്വൽസ് കൂടുന്ന സമയത്ത് ബിഹേവിയർ ചേഞ്ചസ് വരും. ഓക്കെ, ഇപ്പൊ ജയശ്രീ മനു കുറച്ചു നേരം സംസാരിച്ചിരിക്കുമ്പോൾ നിങ്ങൾ തമ്മില് നിങ്ങളുടെ സ്വഭാവത്തിൽ കുറെ വ്യത്യാസങ്ങൾ വരും. മനു പറയുന്ന കാര്യങ്ങൾ ജയശ്രീ കേൾക്കും, ജയശ്രീ പറയുന്ന കാര്യങ്ങൾ മനു കേൾക്കും. കുറെ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ സ്വഭാവത്തിൽ ചേഞ്ച് വേണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മള് മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ അത്, അല്ലാതെ നമുക്ക് കാര്യം എന്താണെന്ന് പിടിയത്തില്ല. ചിലപ്പോ അനുവിന്റെ നല്ല കാര്യങ്ങൾ ചിലപ്പോൾ ജയശ്രീ അതേപോലെ തന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ടോ. പിന്നീട് അതൊരു ചിലപ്പോൾ സമയത്ത് സംസാരിക്കുമ്പോ അനുവിന് തോന്നും, ഇത് ഞാൻ പറയുന്ന പോലെയാണല്ലോ ജയശ്രീ പറയുന്നത് അല്ലെ. അത് ഹിയർ ചേഞ്ചസ് അനുവിന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ വേറൊന്നുമല്ല, കുട്ടികൾ തമ്മിൽ ഇങ്ങനെ ഒരുമിച്ച് ചേരുന്ന സമയത്ത് അവരിൽ ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാകും എന്ന് അധ്യാപകന് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. ഓക്കെ, as a teacher is very often expected to deal with a group of students. It has to know the psychology of the groups as well as the psychology of individuals in the group and the influence of group of the individual. ഇത് ഭയങ്കര കുഴപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയാം, കുട്ടികള് ഇൻഡിവിജ്വൽ ആയിരിക്കുമ്പോൾ ഒരു ബിഹേവിയർ ആണ്, ഗ്രൂപ്പ്സിലായിരിക്കും എങ്ങനെയായിരിക്കും. നമ്മൾ എന്തിനാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഒക്കെ കൊടുക്കുന്നത്? ഇതിനു വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഡിബേറ്റ്സ് ഒക്കെ കൊടുക്കുന്നത് അവരുടെ ഗ്രൂപ്പിലുള്ള കോർഡിനേഷൻ അതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ. അല്ലേ, ഗ്രൂപ്പ് കൂടുതൽ ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ടാവും. ഐശ്വര്യക്ക് എന്തൊക്കെയോ പാടില്ലേ? കുഴപ്പമില്ല മിസ്, ഒരു റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻഡിവിജ്വൽസ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം, ഇൻഡിവിജ്വൽ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്ക് മറ്റൊരു ബിഹേവിയർ ആയിരിക്കും. പക്ഷെ ഗ്രൂപ്പ്സിൽ എന്തായിരിക്കുള്ളൂ, അതായത് മറ്റു കുട്ടികളുടെ ബിഹേവിയർ അവരെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. ഇതിപ്പോ നമ്മൾ കൂട്ടത്തിലിരിക്കുമ്പോൾ നമുക്ക് എന്ത് ഡയലോഗ്സ് നമുക്ക് പറയാൻ പറ്റും അല്ലെ, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പറയാം നമ്മള് ഇല്ല. കുട്ടികളെ മാത്രമല്ല, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലെ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ പാവമായിരിക്കും, പക്ഷെ കൂട്ടത്തിലിരിക്കുമ്പോൾ ഒരാളെ നമ്മൾ തല്ലുപിടിക്കാനാണോ അല്ലെങ്കിൽ അയാളെ ചീത്ത പറയാനാണെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും. കാരണം കൂട്ടിന് ഇത്രയും പേര് ബാക്കിയുണ്ട് അല്ലെ. നമ്മൾ ഇംഗ്ലാസ് ഉണ്ടാവാറ് വിളിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവര് വിളിക്കും, ബാക്കിയുള്ളവർ വിളിച്ചോളും. അത് ധൈര്യത്തിലാണ് വിളിക്കുന്നത്. പോലീസ് വന്നാലും ഇത്രയും പേര് മുന്നിലുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോളും, സാറ് കേട്ട് തന്നെ തല്ലിക്ക് വരും. നല്ല പേടിക്കാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിക്കും മിസ്സേ. അതെ അതെ, ധൈര്യമുണ്ട്. അപ്പൊ നമുക്ക് ഗ്രൂപ്പിൽ നമ്മുടെ ബിഹേവിയർ വേറെയാണ് അല്ലെ. നമ്മുടെ ഒരു അഞ്ച് പേരുള്ള നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് കാറ്റഗറിയാന്ന് വിചാരിക്കാം. ആ 5 പേരുടെ ഇടയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? ഫീൽ ഫ്രീ ആണ് നിങ്ങൾ അല്ലെ, നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഇല്ല, നിങ്ങൾ ഭയങ്കരമായിട്ട് ഓപ്പൺ ആണ്. എന്ത് കുതന്ത്രങ്ങളും തന്ത്രങ്ങളൊക്കെ നമ്മൾ അവിടെ സംസാരിക്കും അല്ലെ. ഒരു നാണോ ഉണ്ടാവില്ല, മാനോ ഉണ്ടാവില്ല അല്ലേ, അങ്ങനെ നമ്മൾ സംസാരിക്കും, ഓപ്പൺ ആണ് അല്ലെ. യെസ്, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്ന് ഒരുമിച്ച് വർത്താനം പറയുന്ന കണ്ടിട്ടില്ലേ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികള്?
എന്തുകൊണ്ടാണ് ഇവർ ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി വർത്താനം പറയുന്നത്? അവര് നോക്കുമ്പോ ചുറ്റുമുള്ള എല്ലാ കുട്ടികളും വർത്താനം പറയാണ്, എന്നാൽ ഞാൻ മാത്രം എന്തിനും മിണ്ടാതിരിക്കുന്നു. അപ്പൊ അങ്ങനെ കുട്ടികൾ എന്താണ് ഒരു ഗ്രൂപ്പിൽ ഇരിക്കുമ്പോ എന്തോ അവർക്ക് ഭയങ്കര ഒരു സ്വാധീനമാണ്. ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ചുറ്റുമുള്ള മറ്റ് ഇൻഡിവിജ്വൽസ് അവരിലായിട്ട് അവരുടെ ബിഹേവിയറുമായിട്ട് ഇവർ മിങ്കിൾ ചെയ്ത് സംസാരിച്ച്, അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും എന്താണെങ്കിലും എന്താണ് അവരുടെ സ്വഭാവത്തിന് അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസിനെയും ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ മറ്റു ബിഹേവിയർ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളാണെങ്കിൽ കൂടുതൽ നിങ്ങൾ ക്ലാസ്സിൽ ഇപ്പൊ എന്തെങ്കിലും പറയാനായിട്ട് ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾ വെക്കുന്നത്. ജയശ്രീ പറയും, ഹസ്ന പറയും, രമ്യ പറയും, ഓരോരുത്തരും ഡയലോഗ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ബാക്കി ഒരാൾ പറഞ്ഞോളും എന്നൊരു ധൈര്യം നിനക്കുണ്ട് അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്. ഓക്കെ, അത് ഒരു ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പിൽ കാണിക്കുന്ന ഒരു ബിഹേവിയർ തന്നെയാണ്. അതായത് പാർട്ടിസിപ്പേഷൻ ആണ് ശരിക്കും പറഞ്ഞത് അല്ലെ. നിങ്ങൾ എല്ലാവരും ഒരേപോലെ പങ്കെടുക്കുന്ന ഒരു ക്ലാസ്സാണ്. ഇതേപോലെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇതേപോലെ റെസ്പോണ്ട് ചെയ്യണ വേറൊരു ക്ലാസ്സിൽ കേട്ടാ സത്യമായിട്ടും ഒരു കുട്ടികളും അത്. പക്ഷെ ഞങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടാന്ന് പറയുന്നത്, നിങ്ങളിപ്പോ ക്യാമറ ഓൺ ചെയ്തില്ല, നിങ്ങളൊരു അബ്സെന്റ് ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായി ക്ലാസ് എടുക്കാൻ. കുറെ പേര് ഓൺ ചെയ്യില്ല. ഒരു തവണ ഓൺ ആക്കി പിന്നെ എന്നും ഓൺ ആക്കാൻ തോന്നും മിസ്സേ. അത് ഓൺ ആക്കിയാലേ അറിയത്തുള്ളൂ. അതെ, എന്താണ് നിങ്ങളൊക്കെ ഇത്ര നല്ല സുന്ദരികളല്ലേ, പിന്നെ എന്താണ് ഓപ്പൺ ആക്കിയത് ക്യാമറ? ഞാൻ ചിലപ്പോ പിള്ളേരുണ്ടാവും. ഓപ്പൺ ആക്കിയിരുന്നായിരുന്നു കണ്ടോണ്ടിരുന്നത്. ആ പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഓഫീസിലാവുമ്പോ എനിക്കത് ഓപ്പൺ ആക്കാതിരിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്. ശരിക്കും നിങ്ങളുടെ കണ്ണിലേക്ക് ഈ ക്ലാസ് എടുക്കുമ്പോഴാണ് വേറൊരു പ്രത്യേകതയാണ്. അങ്ങനെയാണ് നല്ലത്. അപ്പൊ ഒരു ദിവസം നിങ്ങൾ ശരിക്കും ആബ്സെന്റ് ആവുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇന്ന ആളില്ല എന്നുള്ളത്. പിറ്റേ ദിവസം ഞാൻ ചോദിക്കാറുണ്ട്, കണ്ടില്ലെങ്കിൽ എന്തുകൊണ്ടാ കാണാനെന്ന് ചോദിക്കാറുണ്ട്. ഗോപിക ഒരു സമയം വരെ ഓൺ ചെയ്യുന്നത്, പിന്നെ ഗോപിക ഇപ്പൊ ഓൺ ചെയ്യാറില്ല അല്ല ഗോപിക ഉണ്ടോ? ഗോപിക ഇതിലുണ്ടോ? മിസ് ഗോപിക ചേച്ചി ഉണ്ടോ സംശയം. പക്ഷെയാണ് ഇന്ന് കാണുന്നില്ലല്ലേ അനുമോളെ? കാണുന്നില്ല. കാണുന്നില്ല, കേറിയിട്ടുണ്ടാവൂല. ഇന്ന് വെള്ളിയാഴ്ച ചിലപ്പോ എന്റെ ക്ലാസ് അശ്വതി മിസ് എടുക്കും കേട്ടോ. വെള്ളിയാഴ്ച മിസ് വരും. മറ്റേ അശ്വതി ഇംഗ്ലീഷ് ടീച്ചർ വന്നു കേട്ടോ. എങ്ങനെ പോണു ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ? നന്നായി പോണു മാം. നന്നായി പോണു. ഇംഗ്ലീഷ് ക്ലാസ് പ്രിപ്പോസിഷൻസ് ആണ് മിസ് പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. അശ്വതി എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. അതെ എനിക്ക് മിസ് രണ്ട് അശ്വതി ഉണ്ട്. കൺഫ്യൂഷൻ. ഇംഗ്ലീഷ് മിസ് ആണോ ബുധനാഴ്ചത്തെ മിസ് ആണോ? രണ്ട് അശ്വതി ഉണ്ടല്ലോ. മറ്റേ അശ്വതി മിസ് ഹൈറ്റ് ഉള്ള അശ്വതി മിസ് പൊക്കമുള്ളത്. രണ്ടുപേർക്ക് പൊക്കൂല്ല മിസ്. മണ്ണുള്ള മിസ് ആണോ? പൊക്കത്തിലൊന്നും കാര്യമില്ലടോ, പൊക്കം കുറവാണ്. ജനറ്റിക് ആയിട്ട് പൊക്കം കുറവാണ്. എന്റെ അച്ഛനുള്ള ഹൈറ്റ് ഉണ്ട്, അമ്മയ്ക്ക് ഹൈറ്റ് കുറവാണ്. അതൊക്കെയാണ്. ചെറുതാണ് നിങ്ങൾ വിചാരിക്കുന്ന അത്ര പൊക്കമൊന്നും എനിക്കില്ല, ഒട്ടുമില്ല. നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഞങ്ങള് വരുന്നുണ്ട് ആക്കിയാണ് ഞങ്ങളും അത്രയൊക്കെ ഉള്ളൂ മിസ്സേ. ആണോ? അപ്പൊ കുഴപ്പമില്ല. ജയശ്രീക്ക് പൊക്കമുണ്ടല്ലേ നന്നായിട്ട്. ജയശ്രീക്ക് ജ്യോതിയൊക്കെ പൊക്കമുണ്ട്. അപർണ മിസ്സിന്റെ ഒപ്പം അന്ന് നിന്നപ്പോ എനിക്ക് ഞങ്ങള് ഫ്രണ്ട്സ് പോലെയാണ് തോന്നിയത്. അതായത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. മിസ് ഹൈറ്റിലൊന്നും നല്ല കാര്യം, പക്ഷെ മിസ് ഡാൻസ് കളിക്കാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. പാട്ടൊക്കെ പാടാൻ ക്ലാസ് എടുക്കുന്നതോ അതെ, അതൊക്കെ സൂപ്പറാ. ഹൈറ്റിലൊന്നും ഒരു കാര്യമില്ല. ഈ പറഞ്ഞ വണ്ണവും ഇല്ല പൊക്കവും ഇല്ല മിസ്, രണ്ടും ഇല്ല. ക്യൂട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറാണ്. അതേപോലെ തന്നെ അല്ലേ? അങ്ങനൊന്നുമില്ല. ഈ ഹൈറ്റിന്റെ പ്രശ്നം പറഞ്ഞപ്പോൾ ഒരു സമയം വരെ ഹൈറ്റ് നമുക്ക് പൊക്കമില്ലാത്തവരെ കുറെ പേര് ഇങ്ങനെ കളിയാക്കില്ലേ, പൊക്കം കുറവാണ്, മണ്ണൂല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ കളിയാക്കലുകൾ ഞാനും നിന്നിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പഠിച്ചു കൂടിയപ്പോ എനിക്ക് മനസ്സിലായി അവര് പറയണ പറഞ്ഞോട്ടെ ഞാനിങ്ങനെയാണ്, ഇത്രേ ഉള്ളൂ, ഒന്നും ചെയ്യാനില്ല അല്ലേ. ഇനി എന്തായാലും പൊക്കം വെക്കാൻ പോലില്ല. എനിക്ക് പൊക്കില്ല കേട്ടോ മിസ്, പൊക്കില്ല. വണ്ണം ഉണ്ടായിരുന്നു നല്ലോണം. ഇഷ്ടപ്പെട്ടാ മതി, ഇങ്ങനെ കാണുന്നവർ ഇഷ്ടപ്പെട്ടാ മതി, അല്ലാതെ ഇഷ്ടപ്പെടുന്ന അല്ലെ. അപ്പോഴാണ് നമ്മൾ ഈ മറ്റുള്ളവരെ മാനിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ആരാണ് മറ്റുള്ളവര് അല്ലെ? മറ്റുള്ളവരെന്നുള്ളത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, അവരെന്താണെന്ന് വിചാരിച്ചോട്ടെ. അവർ വിചാരിച്ചാലും ഇപ്പൊ നമുക്ക് എന്താ, നമുക്ക് അവരുടെ വിചാരം ഒന്നും മാറ്റാൻ പറ്റില്ല അല്ലെ, ഒന്നും ചെയ്യാൻ പറ്റില്ല.
നമ്മള് കാര്യങ്ങൾ ചെയ്യുമ്പോ ആരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ തന്നെയാണ് അങ്ങനെ. ആദ്യം പക്ഷെ ചിലവര് നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരുണ്ടാവില്ലേ മാം? നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരുണ്ടാവില്ലേ? അതൊക്കെ അവിടെ പറഞ്ഞോട്ടെ, ഓപ്പൺ മൈൻഡ് ചെയ്യണ്ട. പണ്ട് എപ്പോഴും പറയായിരുന്നു എനിക്ക് പൊക്കം കുറവാണ്, ഫ്രണ്ട്സ് ഒക്കെ പറയുമായിരുന്നേ. പൊക്കം കുറവായിരുന്നു മിസ്, കാരണം വണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പൊക്കം കുറവായിട്ട് തോന്നും. അങ്ങനെ മിസ്സേ അതെന്താന്നറിയാം, ഞാൻ നല്ല ഹൈറ്റ് ഉണ്ട്, പക്ഷെ അത് ഉണ്ടായിട്ട് എന്താ നമുക്ക് ഉപകാരം? അതൊന്നും ഒരു ഉപകാരമല്ല. നമുക്ക് അല്ലാത്ത നമുക്കുള്ള കഴിവുകളാണ് നമ്മൾ നോക്കണ്ടേ. ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഒന്നും വേണ്ടൊരു കാര്യമില്ല. ഹൈറ്റ് ഇല്ലാത്തവരെ സ്വാധീനിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഹീൽസ് വെച്ചിരിക്കുന്നത് അല്ലെ, ഹീലുള്ള ചെരുപ്പുകള് അത് മതി. പിന്നെ നമ്മള് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ബസ്സിലൊക്കെ കയറുമ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില സമയത്ത്. പക്ഷെ ഞാൻ നന്നായിട്ട് ബസ്സിൽ കയറുള്ളൂ. പിടിച്ചു നിന്നാ കറക്റ്റ് ആയിട്ട് നിന്ന് കാലം നമ്മള് പുഷ് ചെയ്ത് നിന്നാ കറക്റ്റ് ആയിട്ട് വീഴാതെ നിൽക്കും, പേടിയണ്ട. ഞാൻ ഹീലുള്ള ചെരുപ്പൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് മിസ്. ഫോട്ടോയിലൊക്കെ കുറച്ചിങ്ങനെ കാല് പൊക്കി നിൽക്കുമായിരുന്നു. ഓക്കെ, ഈ പറയുന്നത് തീർന്നാ മാം കുറച്ചുകൂടി ഉണ്ട്. ബസ്സിലായിരുന്നു മാം പോയിരുന്നത്. അപ്പൊ എനിക്ക് മുകളിൽ പറയുന്നുണ്ട്. ശരണ്യ എന്താ പറയുന്നത്? എന്താണോ പറയണേ? ഹലോ, എനിക്ക് അത്ര ഹൈറ്റ് ഇല്ല കേട്ടോ മാം. അപ്പൊ ഞാന് +1 +2 പഠിക്കുന്ന സമയത്ത് ബസ്സിലായിരുന്നു പോയിരുന്നത്. അപ്പൊ എനിക്ക് മുകളിൽ കമ്പി എത്തില്ല പിടിക്കാന്. അപ്പൊ ബസ്സിൽ ഡെയിലി പോണ ബസ്സുണ്ട്. അപ്പൊ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഡ്രൈവർ പറയും, എത്ര തിരക്കുണ്ടെങ്കിലും പറയും, ഫ്രണ്ടില് ലോങ് സീറ്റില് ആ കുട്ടിക്ക് സ്ഥലം കൊടുക്കുക പറയും. എല്ലാരും മുന്നിൽ വെച്ചിട്ട് പറയും, കളിയാക്കും, മമ്മിയോട് പറയാ കോംപ്ലൈ വാങ്ങിച്ചു തരാം. ഇത് പറഞ്ഞപ്പോ ആലോചിക്കാനേ, ഇത്ര ഹൈറ്റ് ഉണ്ടായിട്ട് കമ്പി പിടിച്ചാലേ അതെ ബാക്കിന്ന് തള്ളു വന്ന എല്ലാവരും പോവും. എനിക്കിപ്പോ ഞാൻ അത് ആലോചിച്ചത്. ഒരു പോക്ക് പോവും, പിന്നെ നേരെ നിൽക്കും, പിന്നെ തലയിൽ അടുത്ത പോക്ക് പോവും. ഹൈറ്റ് ഉണ്ടായിട്ട് കമ്പി പിടിച്ചിട്ടൊന്നും കാര്യമില്ല, പോണവരെന്തായാലും പോവും. എന്തായാലും അതൊക്കെ ദൈവത്തിന്റെ ഓരോ സൃഷ്ടികളാണ്, ഹൈറ്റും മണ്ണോ പൊക്കോ ഒക്കെ. നമ്മളിങ്ങനെയാണ്, ഇങ്ങനെ തന്നെ അല്ല, ജീവിതാവസാനം വരെ നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. ലൈഫ് ആത്മാവ് പോകുന്നവരെ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ. മാറ്റം മരുന്നൊക്കെ കഴിച്ച് ചിലപ്പോ ആ സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് ഹൈറ്റിലൊക്കെ മരുന്ന് കഴിച്ചാലോ എന്നൊക്കെ. പക്ഷെ എനിക്ക് മനസ്സിലായി ജനറ്റിക് ആയിട്ട് വളരൂല. ഞാൻ കോണയില് തൂങ്ങിയിട്ടൊക്കെ ഉണ്ട് മിസ്, ഒക്കെ വെക്കൊന്നും പറഞ്ഞിട്ട്. പക്ഷെ എന്റെ കുട്ടികൾക്ക് ഞാൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. അർച്ചനയ്ക്ക് ഹൈറ്റ് ഉണ്ടല്ലോ, അർച്ചനയ്ക്ക് ഹൈറ്റ് ഇല്ലേ? രമ്യക്ക് ഹൈറ്റ് കുറവാണ്, ഹസ്ബൻഡ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? അത്യാവശ്യം ഹൈറ്റുള്ളൂ. നിങ്ങളൊക്കെ 4 സംതിങ് ഒക്കെ ഉള്ളൂ, ഇപ്പോഴും 4 നിൽക്കുക. നിങ്ങളൊക്കെ 5 അടി എത്ര ഇഞ്ചാണ്? 6 അടി ഉണ്ടോ? 6 അടി ഉണ്ടോ ലുതിയ? 5 അടി. 5 നല്ല ഹൈറ്റാ. പോലീസിലൊന്നും ചൂസ് ചെയ്യാന് ലുതിയ? എന്താ പറഞ്ഞേ? പോലീസിലൊന്നും ട്രൈ ചെയ്യാൻ എന്താണ്? അതെ, അത്ര മനസ്സിന് അത്ര ഉറപ്പുള്ളതല്ല മിസ്സേ. പെട്ടെന്ന് ഇമോഷണൽ ആകും. പെട്ടെന്ന് ഞാൻ ചിലപ്പോ പോലീസിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ കരഞ്ഞിട്ടിരിക്കേണ്ടി വരും, പേടി കൂടി. തലോടുന്ന പോലീസുകാരി ആയിപ്പോയാ അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു പോലീസ് ഫീൽഡ്? നമ്മുടെ MP8-ലുണ്ടായിരുന്ന ഒരു കുട്ടി പോലീസായിരുന്നു. അതായത് മോണ്ടിസോറിക്ക് ജോയിൻ ചെയ്തത്, പക്ഷെ അതെന്തോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ ആ ടെസ്റ്റ് പാസ്സായി പോലീസിൽ കയറി. പോലീസ് ആവാൻ ധൈര്യമില്ല നിനക്ക്? ടീച്ചർ ആവുമെങ്കിൽ പിന്നെ നമുക്ക് പോലീസ് ആയിക്കൂടെ? നിങ്ങളെ അടുത്ത ഭാഗങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. കഴിഞ്ഞത് ഇത്രേ ഉള്ളൂ. കണ്ടോ, വേറെ ക്ലാസ് തീർന്നൂല്ലേ? വേഗം തീർന്നു. ഒന്നുമില്ല, ഇനിയിപ്പോ ചൈൽഡ് ആൻഡ് മിസ്ബിഹേവിയർ മാത്രമേ ഉള്ളൂ. ഇതിലാണ് ഞാൻ പറഞ്ഞത് മറ്റേ എറിക്സന്റെ തിയറി ഉള്ളത് കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ 8 സ്റ്റേജസ് നമ്മുടെ ലൈഫ് തീരുന്നത് പോലെ തോന്നുന്നു പറഞ്ഞില്ലേ, അത് നമുക്ക് പഠിക്കാം കേട്ടോ. അതിന് പഠിച്ചിട്ടുണ്ട്, പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ക്ലാസ്സിലല്ല, ഇത് ലാസ്റ്റ് ഈ ചാപ്റ്റർ തീർന്നിട്ട് തിയറി പഠിച്ചോളൂ.
ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? ബിൻസി. ഇതാണല്ലേ ബിൻസി? പെട്ടെന്ന് കഴിഞ്ഞു പോയല്ലോ മിസ് ക്ലാസ്. പെട്ടെന്ന് കഴിഞ്ഞില്ലേ? കുറച്ച് ദിവസമായില്ലേ? ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ തന്നെ. എന്ന് മുതലാണ് കയറണേ? 2 ദിവസമായിട്ട് ഇവിടെ തന്നെ അല്ലേ? ഞാൻ പറഞ്ഞേ പിള്ളേര് കേറുമ്പോ തന്നെ ശാസ്ത്രം എന്നോട് ചോദിക്കും, മസ്റ്റഡിങ്സ് ഇല്ലേ, മിസ് എന്തിനാ വന്നത്, മസ്റ്റഡിങ്സ് ഇല്ലേ? പക്ഷെ ഇത് തീരും മിസ്, സൈക്കോളജി എന്തായാലും തീരും. എല്ലാവരും ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള സബ്ജക്ട്. ടീച്ചർ വരും കേട്ടോ. ഞാനല്ലെങ്കിൽ മറ്റേ സ്റ്റുഡൻസ് ആയിരിക്കും എടുക്കുന്നത്. അതിനോട്ട് പറഞ്ഞോളൂ ബിൻസി. My name is Binsi. Today it was a really helpful class. Thank you for teacher of the wonderful section. And I am sign out from the section. Have a nice day. താങ്ക് യു മിസ്. താങ്ക് യു. നാളെ കാണാം മിസ്. എന്താണ് മിസ്? സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് അപർണ മിസ് എടുത്ത് തുടങ്ങിയോ? മാം ഇപ്പൊ നീഡ്സ് ആണ് എടുക്കണോ? നീഡ്സ് ആണ് എടുക്കണോ? മാസ്ലോന്റെ തിയറി മ്യൂട്ട് ചെയ്ത തിയറീസ് ഒന്നും സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എടുത്തായിരുന്നോ? സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ആരും എടുത്തിട്ടില്ല. മിസ്. ഞാൻ ചോദിച്ചത് മാസ്ലോവിന്റെ തിയറി പഠിപ്പിച്ചോ? വന്നില്ല എത്തിയില്ല. എത്തിയിട്ടില്ല. Okay, thank you. Have a nice day. Thank you, miss. Thank you, ma'am. Thank you. Thank you, ma'am. Thank you.